തിരുവനന്തപുരം ലോ കോളേജിലെ രക്തസാക്ഷി സ്തൂപത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഹൈക്കോടതി തടഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടി നാളെയാണ് നിശ്ചയിച്ചിരുന്നത്. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർക്കും മ്യൂസിയം പോലീസിനും കർശന നിർദ്ദേശം നൽകി. നിർമ്മാണം അനധികൃതമെന്നാരോപിച്ച ലോ കോളേജ് KSU നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. മുജിതബ ചേരുന്നുണ്ട്. മുജിതബ, ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? സച്ചിൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോ കോളേജ് ക്യാമ്പസിനകത്ത് സർക്കാർ ഭൂമിയാണ്, സർക്കാർ ക്യാമ്പസാണ്. അതിനകത്ത് SFIയുടെ അവിടുത്തെ നേതാവായിരുന്ന മുൻ യൂണിയൻ നേതാവ് കൂടിയായിരുന്ന സക്കീറിന്റെ പ്രതിമ ഉൾപ്പെടെ നിർമ്മിക്കുന്ന രക്തസാക്ഷി മണ്ഡപം അത് അനധികൃതമായി നിർമ്മിച്ചു എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച വലിയ വിവാദങ്ങൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിരുന്നു. പിന്നീട് പ്രിൻസിപ്പൽ തന്നെ ഈ വിഷയം നിർമ്മാണം അനധികൃതമാണ്, അതുകൊണ്ട് പൊളിച്ചു മാറ്റണം എന്നതുൾപ്പെടെ കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. അതിന് നേതൃത്വം നൽകിയ അവിടുത്തെ SFIയുടെ ഭാരവാഹികളായ വിദ്യാർത്ഥികളെ കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഈ പരിപാടി മാറ്റണം എന്നത് പരിപാടി മാത്രമല്ല, ഈ പ്രതിമയും അതോടൊപ്പം തന്നെ രക്തസാക്ഷി മണ്ഡപവും പൊളിച്ചു മാറ്റണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം നാളെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട SFIയുടെ അവിടുത്തെ ലോ കോളേജ് യൂണിയൻ ഭാരവാഹികൾ തന്നെ കോളേജിന് ഒരു നോട്ടീസ് നൽകുകയും അല്ലെങ്കിൽ ഒരു അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് അവിടുത്തെ ലോ കോളേജിന്റെ KSU നേതാവ് അക്ഷയ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി കർശനമായ നിലപാട് ഈ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. ഒരു ഇടക്കാല ഉത്തരവാണ്. ആ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള ഉദ്ഘാടന പരിപാടികളും അല്ലെങ്കിൽ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെയുള്ള ഒരു പരിപാടികളും നടത്താൻ പാടില്ല. അക്കാര്യം ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പാക്കണം. മ്യൂസിയം പോലീസിന് പുറമെ ജില്ലാ കളക്ടർ നേരിട്ടോ അല്ലെങ്കിൽ തന്റെ കീഴുദ്യോഗസ്ഥർ വഴിയോ ഇക്കാര്യത്തിൽ ഈ ഉത്തരവ് കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ബന്ധപ്പെട്ട കർശന നടപടികൾ സ്വീകരിക്കണം. ഒരു തരത്തിലും ഈ ഉത്തരവ് ലംഘിക്കപ്പെടുന്നില്ല എന്ന് ജില്ലാ കളക്ടർ നേരിട്ടോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വഴിയോ കർശനമായി ഉറപ്പുവരുത്തണം എന്നതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ലോ കോളേജ് പ്രിൻസിപ്പൽ, PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർക്ക് കോളേജ് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സച്ചിൻ.